ഒരു കോണ്ടൻറ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീഡിയോ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാൻ അയാൾ ശ്രമിക്കും. അതിന് വേണ്ട ഗാഡ്ജറ്റുകളെല്ലാം അയാൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് നല്ലൊരു വീഡിയോ ക്യാമറ വേണം, നല്ലൊരു ഓഡിയോ ക്ലാരിറ്റി വേണം. നമ്മൾ ഒരുപക്ഷെ ഐഫോണിലായിരിക്കും വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഫോണുകൾ, ഏറ്റവും നല്ല രീതിയിലുള്ള ഫോണുകൾ എടുക്കാനാണ് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി. ആ ഓഡിയോ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് മൈക്കുകൾ അവൈലബിൾ ആണ്. വില കുറഞ്ഞത് 2000 തൊട്ട് അല്ലെങ്കിൽ 1500 രൂപ തൊട്ട് മാർക്കറ്റിൽ മൈക്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരു നല്ലൊരു കോണ്ടൻറ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കുന്നത് അയാളുടെ ഈ പറയുന്ന ഓഡിയോക്ക് വ്യക്തമായ ക്ലാരിറ്റി കിട്ടുന്ന മൈക്ക് വാങ്ങാനാണ് അയാൾ ശ്രമിക്കുക. ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്ത ഒരു ബ്രാൻഡാണ് ഈ ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്ന ബ്രാൻഡ്. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. രണ്ട്, എന്തുകൊണ്ട് ഞാൻ ഈ ഹോളി ലാൻഡ് ലാർക്ക് M2 എടുത്തു. ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 2 മൈക്ക് വരുന്നുണ്ട്, 2 ബട്ടൺ ടൈപ്പ് മൈക്ക് വരുന്നുണ്ട്. പിന്നെ SLR ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ, പിന്നെ ഒരു C ടൈപ്പ് ട്രാൻസ്മിറ്റർ, അതുപോലെ പഴയ ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാൻസ്മിറ്റർ. അങ്ങനെ 3 ട്രാൻസ്മിറ്റർ. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജ് ചെയ്യാനുള്ള കേബിൾ വരുന്നുണ്ട്. പിന്നെ SLR ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കേബിളുണ്ട്. പിന്നെ മാഗ്നറ്റിക് ബട്ടൺ ഘടിപ്പിച്ച 2 ലോക്കറ്റ് വരുന്നുണ്ട്. ഈ ലോക്കറ്റിനകത്ത് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊരു ലോക്കറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻ മഫാണ്. ഭയങ്കരമായിട്ട് കാറ്റൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിൻ മഫ് നിർബന്ധമായിട്ടും ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു 2 വിൻ മഫും കൂടെ അവർ തന്നിട്ടുണ്ട്. ഈ മൈക്കിൻ്റെ പിറകിൽ ഒരു മാഗ്നറ്റിക് ബട്ടൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഷർട്ടിനകത്തൊക്കെ നമ്മൾ ഇവിടെ ഇതുപോലെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ അകത്ത് മൈക്ക് വെച്ചിട്ട് ഈ ബട്ടൺ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഞാനിത് ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. മറ്റ് കമ്പനികളുടെ മൈക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ മൈക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഷർട്ടിൻ്റെ പല സൈഡിലും ഇത് കൊളുത്തി വെക്കുന്ന സമയത്ത് ഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, മൈക്ക് എല്ലാവരും കാണുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്കിനി മൈക്ക് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. ഈ കാണുന്നതാണ് മൈക്ക്. ഒരു രൂപ കോയിനിൻ്റെ വലുപ്പം മാത്രമേ ഈ മൈക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഏതാണോ ഫോണ്, ആ ഫോണിൻ്റെ ട്രാൻസ്മിറ്റർ എടുത്തിട്ട് ആ ഫോണിന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ മൈക്കിൽ ഒരു നീല നിറത്തിലുള്ള ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അതിനർത്ഥം ഈ മൈക്ക് ആക്റ്റീവാണ് എന്നുള്ളതാണ്. ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്. ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ലൈറ്റ്, നീല ലൈറ്റ് പച്ച ലൈറ്റായിട്ട് മാറും. അപ്പോൾ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ആവും. നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലെ ഫാൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ റൂമിലെ ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ഫാനിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ആ ഫാനിൻ്റെ സൗണ്ട് ഇപ്പോൾ നിങ്ങൾ വളരെ ചെറിയ രീതിയിലായിരിക്കും കേൾക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഒന്നുകൂടെ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഇങ്ങനെയാണ് നോയ്സ് ക്യാൻസലേഷൻ ഈ മൈക്കിനകത്ത് പ്രവർത്തിക്കുന്നത്. 40 മണിക്കൂർ ബാറ്ററി ബാക്കപ്പാണ്
കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത്. നമുക്ക് 2 മൈക്കാണ് ഇവർ തന്നിട്ടുള്ളത്. ഓരോ മൈക്കിനും 10 മണിക്കൂർ വെച്ചിട്ട് 20 മണിക്കൂർ അങ്ങനെയും. പിന്നീട് ഈ ചാർജിങ് കേസ് നമുക്ക് ഒരു അഡീഷണൽ 10 മണിക്കൂർ ഒരു പവർ ബാക്കപ്പ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മൈക്കിനും കൂടെ അടുത്ത ഓരോ 10 മണിക്കൂറും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 40 മണിക്കൂർ ബാറ്ററി ബാക്കപ്പാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് ദൂരപരിധി, നമുക്ക് നമ്മുടെ ഈ ഫോണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മൈക്കും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റേഡിയസ് ഇവർ പറയുന്നത് 300 മീറ്ററാണ്. 300 മീറ്റർ വരെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കിട്ടുമെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന് ആക്ച്വലി ഒരു നേരത്തെ ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 11,000-12,000 രൂപ ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി ഒരു 19,000 രൂപ 20,000 രൂപയുടെ അടുത്ത് വരെ ഇത് എത്തിയിരുന്നു. ഞാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് വിദേശത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. വിദേശത്ത് ഇതിന് പൈസ വരുന്ന ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു 12,000 രൂപയുടെ അടുത്താണ്. 9,000-നും 10,000-നും ഇടയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലൈനിൽ കാണിക്കുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ്. അത് എത്ര സമയം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുക. ഇന്ത്യയിൽ ഇവർ ഇതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഹോളി ലാൻഡ് ലാർക്ക് M2ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.